കോൺഗ്രസിനും പുല്ലുവില നൽകി ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ അധികം സീറ്റ് നൽകാതെ ഒതുക്കിയിരിക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ അനുദിനം ദുർബലപ്പെടുന്ന കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകേണ്ട എന്ന അഭിപ്രായം ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്കിടയിൽ രൂക്ഷമായിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസിന്റെ അവസ്ഥ ഏത് നിലയിലാണ് എന്നത് അവർക്ക് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകാനാവില്ലെന്ന് പ്രഖ്യാപിച്ച നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ഒടുവിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള 4ാമത്തെ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നൽകിയത്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും തുല്യ ശക്തികളായി പരസ്പരം പരിഗണിക്കുകയാണ്. അതിനാൽ ഏകദേശം 100 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പദ്ധതിയെന്ന് കോൺഗ്രസിന് നേരത്തെ മനസ്സിലായിരുന്നു. എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെയും മകൻ തേജസ്വി യാദവിന്റെയും RJD രാഹുൽ ഗാന്ധിക്ക് പുല്ലുവിലയാണ് നൽകുന്നത്. ആകെ 243 പേരുള്ള ബീഹാർ നിയമസഭയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് 19 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചത്. RJD 77 സീറ്റുകളിൽ വിജയിച്ചു. ഇക്കുറി കോൺഗ്രസിന് അധികം സീറ്റുകൾ നൽകാൻ കഴിയില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തേജസ്വി യാദവ്. ആകെ 50 സീറ്റുകൾ നൽകാമെന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. RJD 158 സീറ്റിൽ മത്സരിക്കുമെന്നും അവകാശപ്പെടുന്നുണ്ട്. കോൺഗ്രസിന് വിജയ സാധ്യത കുറവായതിനാലാണ് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നത്. ജമ്മു കാശ്മീരിൽ 4 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. ഇതിൽ 3 സീറ്റുകളിൽ മാത്രമേ നാഷണൽ കോൺഫറൻസിന് വിജയ സാധ്യതയുള്ളൂ. ഈ 3 സീറ്റുകളിലേക്കും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒമർ അബ്ദുള്ള തോൽക്കാൻ സാധ്യതയുള്ള 4ാമത്തെ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നൽകുന്നത്. അതേസമയം ബീഹാറിൽ NDA സീറ്റ് വിഭജനം പൂർത്തിയായി. സഖ്യത്തിലെ മുഖ്യ കക്ഷികളായ BJPയും JDUയും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 29 സീറ്റുകൾ നൽകി. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയും ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയും 6 സീറ്റിൽ വീതം മത്സരിക്കും. ചിരാഗ് പസ്വാന്റെ LJP 40 സീറ്റ് മുതൽ 50 സീറ്റുകൾ വരെയാണ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ 29 സീറ്റിനപ്പുറം നൽകാനാവില്ലെന്ന് BJP അറിയിക്കുകയായിരുന്നു. 15 സീറ്റുകൾ ആവശ്യപ്പെട്ട ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയാണ് 6 സീറ്റുകളിൽ ഒതുങ്ങിയത്. അതേസമയം ശനിയാഴ്ച BJP പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയുടെ വസതിയിൽ മുതിർന്ന NDA നേതാക്കൾ യോഗം ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിയും ഹിന്ദുസ്ഥാൻ അവാം മോർച്ച തലവനുമായ ജിതിൻ റാം മാഞ്ചി, ബീഹാർ BJP ചുമതലയുള്ള വിനോദ് താവ്ഡെ, ബീഹാർ BJP മേധാവി ദിലീപ് ജയ്സ്വാൾ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജന ക്രമീകരണങ്ങളിൽ NDA പങ്കാളികൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ ലോക് മോർച്ച മേധാവി ഉപേന്ദ്ര കുശ്വാഹ ശനിയാഴ്ച തള്ളിക്കളഞ്ഞിരുന്നു. അതേസമയം ബീഹാറിൽ ആദ്യഘട്ട നാമനിർദ്ദേശ സമർപ്പണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. 18 ജില്ലകളിലായി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 121 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് ആരംഭിച്ചത്. നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആദ്യ ദിനം തന്നെ പത്രിക സമർപ്പിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ AI ദുരുപയോഗത്തിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരുന്നു. AI ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പാർട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങളും നൽകി. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും സ്റ്റാർ ക്യാമ്പയിനർമാരും AI കണ്ടന്റുകൾ ലേബൽ ചെയ്യണമെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. എതിരാളികളുടെ സ്വകാര്യ ജീവിതത്തെ അധിക്ഷേപിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.